ഹലോ. അപ്പോൾ ഇന്ന് അപ്പുന് ക്ലാസ്സുണ്ട്. കുട്ടന് ക്ലാസ്സില്ല. അങ്ങനത്തെ ഒരു ദിവസമാണ്. അതുകൊണ്ട് ചോറും കറികളൊന്നും രാവിലെ ആയിട്ടില്ല. സ്കൂളിൽ പോണ ദിവസമാണെങ്കിലാണ് 7 മണിയാകുമ്പോഴേക്ക് ഫുഡൊക്കെ റെഡിയാവുള്ളൂ. അപ്പോൾ പിന്നെ പലഹാരം കൊണ്ടുപോകും. അധികം അവൾക്ക് പലഹാരം കൊണ്ടുപോകാനാണ് ഇഷ്ടം. അപ്പോൾ അവളിന്ന് നൂൽപുട്ടും മുട്ട റോസ്റ്റുമാണ് കൊണ്ടുപോയത്. പിന്നെ ചിക്കൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കൊണ്ടുവരാൻ കുറച്ച് ലേറ്റായി. അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും സമയം വൈകിയത്. 11 മണിയൊക്കെ ആയിട്ടുണ്ട്. ബിരിയാണി റൈസ് ഇരിക്കുന്നുണ്ട്. ഇന്ന് പിന്നെ ബിരിയാണി ആക്കാൻ വിചാരിച്ചു. അപ്പോൾ വേഗം ബിരിയാണി ഉണ്ടാക്കുകയാണ്. എപ്പോഴത്തെയും പോലെ തന്നെ ചിക്കൻ വറുത്തിട്ട് സാധാ വയ്ക്കുന്ന പോലെ തന്നെ വെക്കണത്. റെസിപ്പി ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബിരിയാണി വയ്ക്കുക. അപ്പോൾ ഞാനങ്ങനെ ചിക്കൻ വറുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാകുമ്പോഴേക്കും ഞാൻ വീതനൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കട്ടെ വിചാരിച്ചു. വീതനാകെ പരന്ന് കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവിടെയുള്ള സാധനങ്ങളൊക്കെ അതാത് സ്ഥലത്തേക്ക് ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക. ഇത് വീട്ടിൽ നിന്ന് വിടുന്ന കടുമാങ്ങയാണ്. അപ്പോൾ ഇത് തുടച്ച് എപ്പോഴും ഫ്രിഡ്ജിൻ്റെ മുകളിലാണ് ഞാൻ വെക്കാറ്. എന്താ വെച്ചാൽ ഇങ്ങനെ ഗ്ലാസ് ബോട്ടിലാകുമ്പോൾ പൊട്ടിയാലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ അതിൻ്റെ മേലേക്ക് എടുത്ത് വെച്ചു. അപ്പോൾ ഇന്നലത്തെ കുറച്ച് ചോറ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് തിളപ്പിച്ച് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണി വെക്കണം എന്നുള്ള പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഉണ്ടാക്കിയതായതുകൊണ്ട് ഞാൻ കുറച്ച് ലേശം വെക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ചിക്കൻ്റെ ഈ കളർ കണ്ടിട്ട് ഞാൻ കളർ ചേർത്തിട്ടില്ല കേട്ടോ. ഇതെന്താ വെച്ചാൽ കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ഇത്ര കളറ്. അല്ലെങ്കിൽ ഇത്ര കളർ ഉണ്ടാവില്ലല്ലോ. ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന ആളെ കാണാണ്ടല്ലോ. ഇവിടെ പഠിക്കുന്ന ആളെവിടെ? ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന ആളെവിടെ? ഞാൻ കരുതിയത് അവിടെ ഇരുന്ന് പഠിക്കാന്നാണ്. പിന്നെ ശബ്ദമൊന്നും കേൾക്കാത്ത കണ്ടപ്പോഴേ എനിക്ക് തോന്നിയത് ഇവിടെ പോയിന്ന്. അപ്പം നോക്കുമ്പോൾ റെസ്റ്റ് എടുക്കുക. പിന്നെ അങ്ങനെ വന്ന് ഞാൻ വേഗം സവാളൊക്കെ കട്ട് ചെയ്ത് പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കാൻ നോക്കി. ചിക്കൻ 2 പ്രാവശ്യമായിട്ട് അങ്ങനെ വറുത്തെടുക്കുക കേട്ടോ ചെയ്തത്. അപ്പം എന്നാൽ കുറച്ച് വറുത്തെടുത്ത് വെച്ചാൽ പിന്നെ എന്തെങ്കിലും കറി വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ചിക്കൻ ഇങ്ങനെ വറുത്ത് കറി വയ്ക്കുമ്പോൾ നമുക്ക് കുറേ സമയം പോകും. അപ്പം ഇങ്ങനെ കുറച്ച് വറുത്ത് എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമാണ്, പെട്ടെന്ന് തീരും. പിന്നെ സവാളൊക്കെ ഇങ്ങനെ ഉപ്പ് കൂട്ടിയിട്ട് ഇങ്ങനെ തിരുമ്മി വെച്ചാൽ പെട്ടെന്ന് വാടി കിട്ടും. അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് അപ്പോഴേക്കും പിന്നെ ആളെത്തി. പഠിക്കലൊക്കെ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വരികയാണ്. വിശക്കുണ്ട്, സമയം കുറേ ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ അടുക്കളയിൽ നിൽക്കുമ്പോൾ എന്തോ പോലെയല്ലേ. ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സംസാരിച്ച് നമ്മൾ കുക്ക് ചെയ്യുകയും ചെയ്യും, നമ്മളെ പണി നടക്കും, നമുക്കങ്ങനെ ബോറടിക്കില്ല. അപ്പം എപ്പോഴും ഇവള് കൂടെ ഉണ്ടാവും. ഞാൻ എപ്പോൾ അടുക്കളയിലാണെങ്കിലും കൂടെ വരും. പിന്നെ എണ്ണ എന്നും ഞാൻ ഇതൊന്ന് മാറ്റി ബോട്ടിലേക്ക് ആക്കാൻ കുറച്ച് ദിവസമായി. എന്നും തിരക്കിലാണ്, ഓരോ തിരക്കിലാണ്. അപ്പം അത് വേഗം ഒഴിച്ചു. പിന്നെന്താ, അതിന് കുറച്ച് പാത്രമൊക്കെ കഴുകാണ്ടായിരുന്നു, അതൊക്കെ കഴുകി. ഞാൻ അധികം ഇങ്ങനെ 2 സ്റ്റൗവിലായിട്ട് കുക്ക് ചെയ്യും. അപ്പം നമുക്ക് പെട്ടെന്ന് തീരും ചെയ്യും. എന്താ പറയുക, ഒന്നായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അപ്പുറത്തുള്ളത് ശ്രദ്ധിക്കാമല്ലോ. അങ്ങനെ അങ്ങനെ പെട്ടെന്ന് പണി തീരും. അപ്പം അങ്ങനെ ഇവിടെ ചിക്കൻ വറുക്കുന്നുണ്ട്, അപ്പുറത്തേക്ക് സവാള വഴറ്റുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചിക്കനൊക്കെ റെഡിയായി. റൈസ് ഞാൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, ഇനിയിപ്പോൾ പപ്പടം കാച്ചുക, സാലഡും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഫുഡ്. പിന്നെ അപ്പോഴേക്കും ഇവിടെ പെരും മഴയായി പോയി. ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് വീഡിയോസ് ഒന്നും എടുക്കാതെ പോയത്. അപ്പം നമ്മളെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. എന്താ, ബിരിയാണി വെച്ചിട്ടുണ്ട്. കുറച്ച് ഞാൻ ഒരു നേരം കഴിക്കാനുള്ളതേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ സാലഡ് ഉണ്ടാക്കി, പിന്നെ പപ്പടം. അങ്ങനെ ഇന്നത്തെ ഫുഡ് നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ കുറച്ച് വെക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോഴേക്കും പ്രകാശേട്ടൻ കഴിക്കാൻ വന്നു. അപ്പം അതാ പറയണത്, ചിലപ്പോൾ ഞാൻ കുറച്ച് നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ആർഭാടം കൂട്ടിപ്പോവും. കുറേ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യും. അപ്പോൾ അന്ന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ബിരിയാണി. ഇന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ആരെങ്കിലും വിരുന്നുകാരെങ്കിലും വരുന്ന ദിവസം അങ്ങനെ ഫുഡ് ഉണ്ടാക്കിയാൽ എനിക്ക് ശരിയാവില്ല. അപ്പോഴും ഞാൻ എപ്പോഴും വെക്കണ ഒരു ടേസ്റ്റ് കിട്ടില്ല. എന്താ അപ്പോൾ ടെൻഷൻ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയോ ചേർക്കണോണ്ടോ എനിക്കറിയില്ല, അത് ശരിയാവാറില്ല. സാധാരണ വെക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പ്രകാശനം വന്നപ്പോൾ സ്പ്രൈറ്റ് കൊടുന്നായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ചു. അങ്ങനെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞു. ഫുഡ് കഴിച്ച് ഞാനിങ്ങനെ അടുക്കളയൊക്കെ നീറ്റാക്കി പാത്രമൊക്കെ കഴുകി വന്നപ്പോഴേക്കും ഇവിടെ രണ്ടുപേരും റെസ്റ്റ് എടുക്കുക. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിച്ചാൽ കുറച്ച് നേരം അവിടെ ഇരിക്കും, കിടക്കും, ഫോൺ കളിച്ചിരിക്കും, എന്തെങ്കിലുമൊക്കെ നോക്കി റീൽസൊക്കെ കണ്ടിരിക്കും. പിന്നെ ഞങ്ങളങ്ങനെ അവിടെ കിടന്നു. പിന്നെ വൈകുന്നേരമായിട്ടാണ് എണീക്കണത്. വൈകുന്നേരത്ത്
എനിക്ക് കുറച്ച് കൊറിയർ അയക്കാണ്ടായിരുന്നു. അപ്പം എന്നാൽ പ്രകാശേട്ടൻ്റെ കൂടെ അങ്ങോട്ട് പോയി അതയക്കാലോ വിചാരിച്ചിട്ട് വേഗം ഒരു ഊണ് കഴിച്ച് പോകുമ്പോൾ ഞാൻ കൂടെ ഇറങ്ങി. അപ്പം അങ്ങനെ കൊറിയർ അയക്കാൻ പോയി. സാധാരണ ഞാനും കുട്ടനുമാണ് കൊറിയർ അയക്കാനൊക്കെ ടൗണിലേക്ക് പോകല്. അപ്പോൾ ഇന്നിപ്പോൾ അവൾക്ക് എക്സാമാണ്. അപ്പോൾ എക്സാമിൻ്റെ ടൈം ആയതുകൊണ്ട് അവളവിടെ പഠിക്കാൻ ഇരുത്തിയിട്ട് ഞാൻ പോയി. അവിടെ അടുത്ത് തന്നെയാണ്, 5 മിനിറ്റ് തന്നെ ഉള്ളൂ. പക്ഷെ എന്നാൽ ഒറ്റയ്ക്ക് പോകാനൊരു മടിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.